ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. അപ്പൊ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലില്ലാത്ത ഭാഗങ്ങൾ എടുക്കാൻ നോക്കുക. അപ്പൊ ഇതിനെ ഈ ചിക്കനെ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിട്ട് എന്താ വേണ്ടത്, നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ചില്ലി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ പൊടിച്ച് പേസ്റ്റ് ആക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബാക്കിയുണ്ട്, അത് ഒരു 1.5 ടീസ്പൂൺ അതും ഇടുക. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടാ. നമ്മുടെ ചിക്കൻ അങ്ങനെ മാരിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഓനിയൻ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അത് എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഈ കട്ട് ചെയ്ത് ഇതിനെ വേവിച്ചിട്ട് നമുക്ക് അതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഏത് ഷേപ്പിൽ എങ്ങനെയായാലും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഇതൊക്കെയാണ് ഈ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ. ഇത് നമ്മൾ പൊതുവെ കളയണ സാധനമാണ്. ഈ കൊറിയാണ്ടർ ലീവ്സ് ഇല്ലേ, അതിൻ്റെ തണ്ട്, ആ തണ്ട് കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാണ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇടാം. ഇതൊക്കെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ബട്ടർ ചിക്കനിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റെഡും ഒരു യെല്ലോ ക്യാപ്സിക്കം ഉണ്ട്. അത് ഞാൻ രണ്ടിൻ്റെ പകുതി എടുക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങളുടെ ഗ്രീൻ ക്യാപ്സിക്കം ആണെങ്കിൽ അത് ഇടാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊക്കെ നമുക്ക് ഒന്ന് ചെറുതാക്കൊന്നും വേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആവും. അപ്പോൾ ചിക്കനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചിക്കൻ ഒരുവിധം 15-20 മിനിറ്റ് ഇടുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ, അധികം വേണ്ട. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇങ്ങനെ പാനിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതിനൊന്ന് ഡീപ്പ് ഫ്രൈ, അല്ല മറ്റേ ഭയങ്കര ഡ്രൈ ഫ്രൈ പോലെ ഒന്നും ആക്കണ്ട, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതിൽ നമ്മൾ മുളക് ഇടുന്നവർക്ക് ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുളക് ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബട്ടർ ചിക്കൻ നല്ല പേര് തന്നെ, അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇടാം. അപ്പം ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണാണ് ഇട്ടാക്കുന്നത്. ഓക്കെ, അതൊന്ന് റോസ്റ്റായി വരട്ടെ. നമ്മുടെ ചിക്കൻ ഒരുവിധം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇളക്കി റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. വലിയ കാര്യമായിട്ട് ഫ്രൈ ആവും വേണ്ട, ചെറിയ ചൂടിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഗ്രേവികൾ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചൂടിൽ പാൻ അടുപ്പത്തുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓനിയല്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവോ അല്ലെങ്കിൽ നന്നായി വഴറ്റി വരികയൊന്നും വേണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് പച്ച മണം മാറണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബട്ടർ ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും ബട്ടർ എന്നുള്ളൊരു ഘടകം ഉണ്ട് അതിൽ ഇല്ലേ. അപ്പം എന്ത് ചെയ്യുക, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുകയാണ് കേട്ടോ. ബട്ടർ ടേസ്റ്റ് കൂട്ടുള്ളൂ. എന്നിട്ട് ഉള്ളിനൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഈ ബട്ടർ ചിക്കൻ ഡയല് ഒരു കഥ ഉണ്ട് കേട്ടോ. ആക്ച്വലി ബട്ടർ ചിക്കൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1950-കളിൽ തോന്നുന്നുണ്ട് ഡൽഹിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ അന്നത്തെ ദിവസത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് ചിക്കൻ ടിക്ക എന്തോ ബാക്കിയുണ്ടായിരുന്നു, തന്തൂരി ചിക്കൻ ഇട്ട്. അപ്പോൾ അവരെന്ത് ചെയ്ത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റും ബട്ടറും ഇട്ടിട്ട് അതിലിട്ട് വഴറ്റി കഴിച്ചു വെക്കുമോ, ഭയങ്കര ടേസ്റ്റായി. പിന്നെ അതിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന ബട്ടർ ചിക്കൻ എന്നുള്ള ഫോമിലായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ബിരിയാണിക്ക് ശേഷം ഇപ്പോൾ ലോകത്തിൽ ഇന്ത്യൻ ഡിഷുകളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. എല്ലാ സായിപ്പായാലും ഇന്ത്യൻ ആയാലും നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയാലും ആരായാലും കണ്ണും പൊട്ടി റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമാണ് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് സായിപ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലായിരുന്നു തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നത്.
അപ്പൊ ആ തന്തൂരി ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര സ്പൈസി അല്ലേ. അപ്പൊ സായിപ്പിന് അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഷെഫുമാരുടെയും മറ്റേ അവരുടെ ഷെഫുമാരുടെയും ഒക്കെ സഹായത്തോടു കൂടി ആ ചിക്കൻ തന്തൂരി ചിക്കൻ അവർ ചിക്കൻ ടിക്ക മസാല ആക്കി. ആ സാധനം അവർ അവകാശപ്പെടുന്നത് ബ്രിട്ടീഷ് ഡിഷ് എന്നാണ്. പക്ഷെ പ്യുവർലി അത് ഇന്ത്യൻ ഡിഷാണ് സത്യം പറഞ്ഞ. തന്തൂരി ചിക്കനിൽ കുറച്ച് എന്താ പറയാ ഗ്രേവി ആക്കിയിട്ട് ചിക്കൻ ടിക്ക മസാല ആക്കി. അപ്പൊ അതിന് ബദലേ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതല്ല, അതിന് ബദലേ എന്നുള്ള രീതിയിൽ ഉയർന്നു വന്ന് ചിക്കൻ ടിക്ക മസാലയെക്കാളും പേരെടുത്ത ഡിഷാണ് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളി ഒരുവിധം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ക്യാപ്സിക്കം അത് ആഡ് ചെയ്യാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ കൊറിയാണ്ടർ സ്റ്റെം എന്ന് പറയുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടണത്. അതായത് ഈ ഓതന്റിക് ആയിട്ടൊക്കെ ആൾക്കാർ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നവർ അതെന്തായാലും ആഡ് ചെയ്യും. ഇപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഇടുമെന്നുള്ളത് എനിക്കറിയില്ല. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ സോൾട്ട് നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ അത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാൻ. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വഴറ്റി വന്നപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചേർക്കണം, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാന്നറിയാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനാണ്ട് നന്നായി വേവിച്ചെടുക്കണം. ഇത്ര വെള്ളം ഉണ്ടായിക്കോട്ടെ കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് അടിക്കും വേണമല്ലോ. ഇതൊരു 10-15 മിനിറ്റ് ചെറു തീയിലിരുന്നിട്ട് വേവട്ടെ. അത് ഭയങ്കര എന്താ പറയുക സ്മൂത്തായിട്ട് വരട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പം അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ നാടൻ മുളക് പൊടിയല്ല. ഇപ്പം കാശ്മീരി ചില്ലിയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, കളർ ഉണ്ടാവും, നന്നായിട്ട് എരിവ് ഇത്തിരി കുറവായിരിക്കും. ഇത് ഞാൻ മുളക് പൊടി നന്നായി ഇളക്കി ചേർത്തു. ഇനി ഒരു 5-8 മിനിറ്റും കൂടി ഞാനത് ചെറിയ തീയിലിങ്ങനെ വെന്ത് വരട്ടെ കേട്ടാ സാധനം. ഒരു 10 മിനിറ്റായി ഓൾറെഡി. ഒരുവിധം തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഒന്നും കൂടി സ്മൂത്ത് ആയിക്കോട്ടെ കേട്ടോ, ഒരു 5 മിനിറ്റും കൂടി. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. അപ്പം ആൾക്കാർക്ക് ചിലർക്ക് ചോദിക്കാൻ വേണമെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ കൂടി ഒരുമിച്ച് ഇട്ടുകൂടാന്ന്. ഇത് നമ്മൾ ഈ ഗരം മസാലയൊക്കെ എന്താ പറയാ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ മസാലയുടെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ നമുക്ക് പച്ചയായിട്ട് കിടക്കാനും പാടില്ല. അപ്പം ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് കുക്കാവുമല്ലോ. അപ്പം ഗരം മസാല 15 മിനിറ്റ് കിടന്നിട്ട് മസാലയുടെ മണം കുറച്ചെങ്കിലും അതിൽ നിൽക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് കേട്ടോ. 5 മിനിറ്റും കൂടി വേവട്ടെ. എന്നിട്ട് അത് എടുത്തിട്ട് ചൂടാറ്റിയിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആക്കണം, മിക്സിയിലിട്ട് അടിച്ചിട്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ആയി ഇപ്പോൾ. അപ്പോൾ ഏകദേശം ഈ രൂപത്തിലായതുകൊണ്ട് തക്കാളിയൊക്കെ ഒരുവിധം നന്നായി അലിഞ്ഞ് ചേർന്നുണ്ട്. നമുക്കപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം, ചൂടാക്കട്ടെ കേട്ടോ. നമ്മളപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ആ പേസ്റ്റ് കുക്ക് ചെയ്ത് വെച്ച അത് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആ പാനിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇനി സ്റ്റവ് ഓൺ ആക്കുകയാണ് ഞാൻ. ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ പേസ്റ്റ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർക്കുകയാണ് കേട്ടോ. ബട്ടർ ചിക്കൻ അല്ലേ, 2 ടീസ്പൂൺ ബട്ടർ ചേർത്തു. പിന്നെ ഇതാണ് കുക്കിംഗ് ക്രീം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. 2-4 ടേബിൾ സ്പൂൺ മറ്റേ ഫുൾ ക്രീം മിൽക്ക് ഒഴിക്കുക. ഇപ്പോൾ ഇവിടെ ക്രീം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ക്രീം ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കേണ്ടത് ഇതാണ് ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം കേട്ടോ. കസൂരി മേത്തി എന്ന് പറയും. എന്ന് വെച്ചാൽ ഉണങ്ങിയ ഉലുവയുടെ ഇലയാണിത്. അപ്പം അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് കയ്യിലിട്ട് ഞരടിയിട്ട് അതും കൂടി ഇടുക. അപ്പോൾ അത് കയ്യിലിട്ട് ഞരടിയിട്ട് അതും കുറച്ചിടുക. എന്നിട്ട് മെയിൻ സാധനം അതിലേക്ക് പതുക്കെ തട്ടുക, ചിക്കൻ. ഇതിനി ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാവും. ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അവസാനത്തെ ഇൻഗ്രീഡിയൻസ് പോലെയാണ് കേട്ടോ. ഒരു 1-1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. പിന്നെ ഒരു മൂടി വിനീഗർ ചേർക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടിയും വേവട്ടെ കേട്ടോ. അവിടെ ഇരുന്നിട്ട് നമ്മുടെ
ബട്ടർ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല തിക്ക് ഗ്രേവിയും നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രീം ജസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും സ്റ്റൈൽ ഇത്തിരി കലാകാരന്മാരാണെങ്കിൽ നല്ല ഭംഗിയിലൊക്കെ ഒഴിക്കട്ടാ. ഒഴിച്ച് പിന്നെ കുറച്ച് എന്താ പറയുക കൊറിയാണ്ടർ ലീവ്സില്ലേ അതൊന്ന് അതിൻ്റെ മുകളിൽ അലങ്കരിക്കുക. നമ്മളിപ്പോൾ അത്ര കലാകാരനും കോളേജ് ഓഫ് ഫൈൻ ആർട്സിലൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് അതിനുള്ള കലാബോധമല്ലോ. നമ്മുടെ കലാബോധം വെച്ച് നമ്മൾ സാധനം ബട്ടർ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിക്കാൻ സാധനം ഉഗ്രനാട്ടോ. കുറച്ച് മെനക്കെടണം, കുറച്ച് പണിയുണ്ട്. എന്തായാലും നമ്മൾ പണിയെടുത്താലും അതിനുള്ള ടേസ്റ്റുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. അപ്പൊ നിങ്ങളൊന്ന് വലിയ ശനി ഞായറൊക്കെ വരണേ, പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, വീട്ടിലിരിക്കല്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടാ. ശരി. അപ്പൊ